കബാലി വീണ്ടും പ്രശ്നക്കാരനാവുകയാണ്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ പരിഭ്രാന്തി പരത്തി കബാലിയുടെ വിളയാട്ടം. ആംബുലൻസിന് നേരെ ആന പാഞ്ഞെടുത്തു. നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. ആംബുലൻസിന് മുന്നിൽ വന്ന് നിൽക്കുന്ന കബാലിയെയാണ് നമ്മൾ കാണുന്നത്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലാണ്. കഴിഞ്ഞ ദിവസവും സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. ആംബുലൻസ് ആന തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആംബുലൻസ് ഡ്രൈവറുടെ തീർത്തും തികഞ്ഞ ഇടപെടലിലൂടെ കൂടിയായിരുന്നു അന്ന് മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത്. ഇതിപ്പോൾ വീണ്ടും ഇതാ കബാലി പ്രശ്നക്കാരനാവുകയാണ്. നിരവധി വാഹനങ്ങളും സഞ്ചാരികളും ഒക്കെ വഴിയിൽ കുടുങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവരെ ഹോസ്പിറ്റലിലാക്കിയിട്ട് റിട്ടേൺ അടിച്ചുകൊണ്ട് അവരെ കോളനിയിലാക്കിയിട്ട് തിരിച്ച് മലക്കപ്പാറയ്ക്ക് വരുന്ന വഴിക്കാണ് കബാലി തടഞ്ഞത്. 4:30 ആ സമയമായിട്ടുണ്ട്. 1 മണിക്കൂറോളം എന്നെ തടഞ്ഞിട്ടു. എൻ്റെ പുറകിലും ഓപ്പോസിറ്റൊക്കെ ആയിട്ട് കുറേ വണ്ടികളുണ്ടായിരുന്നു. ടൂറിസ്റ്റ് വണ്ടികളുണ്ടായിരുന്നു. ചീനിക്കാസിൻ്റെ കുട്ടി ബസ് ഉണ്ടായിരുന്നു. 1 മണിക്കൂർ എന്നെ തടഞ്ഞിട്ടു. പിന്നെ മഴയുണ്ടായിരുന്നു. മഴയുള്ള സമയമായിരുന്നു. 1 മണിക്കൂറോളം നേരം ആംബുലൻസിന് മുന്നിൽ തന്നെ ആന നിലയുറപ്പിച്ചു എന്നുള്ള കാര്യമാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. ആശുപത്രിയിലേക്ക് രോഗികളെ എത്തിച്ച് തിരികെ വരുന്ന മാർഗമായിരുന്നു സംഭവം ഉണ്ടായത്. പക്ഷേ മറ്റ് ആക്രമണമൊന്നും ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാകുന്നത്. അത് ആശ്വാസമാണ്. ഈ ആംബുലൻസിന് പുറകിലായി മറ്റു വാഹനങ്ങളൊക്കെയും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. MS ലിഷോയ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ലിഷോയ്, ഇതാ മുൻപും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് സമാനമായി തന്നെ ഒരു സംഭവം കബാലി ആംബുലൻസിന് മുന്നിൽ വന്ന് നിൽക്കുന്നതും ആംബുലൻസ് തടഞ്ഞുമൊക്കെ നമ്മൾ വാർത്ത ലിഷോയ് റിപ്പോർട്ട് ചെയ്ത് വീണ്ടും ഒരു സംഭവം ഉണ്ടാവുകയാണ് സമാനമായിട്ട്. എപ്പോഴാണ് ഇങ്ങനെ ആംബുലൻസ് തടഞ്ഞ കബാലിയുടെ പരാക്രമം ഉണ്ടായത്? ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അടിച്ചത്തൊട്ടി കോളനിയിൽ നിന്നും 2 രോഗികളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ച് ആംബുലൻസ് തിരികെ ഈ മലക്കപ്പാറ ഭാഗത്തേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് റോഡിൽ കബാലി എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടാന വഴി തടഞ്ഞത്. ഈ മേഖലയിൽ 1 മണിക്കൂറോളം നേരം ഈ ആന നിലയുറപ്പിക്കുകയും ചെയ്തു. വലിയ തോതിൽ ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന രീതിക്ക് ആംബുലൻസിന് നേരെ പാഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തു. ആ മേഖലയിൽ 1 മണിക്കൂറോളം നിന്നതോടുകൂടി നിരവധി വാഹനങ്ങൾ, സ്വകാര്യ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ആ വഴിക്ക് വന്നിരുന്നു. ആ വാഹനങ്ങളെല്ലാം തന്നെ അവിടെ ഈ ആന നിൽക്കുന്നതിനാൽ തന്നെ പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടന്നു. കനത്ത മഴയായിരുന്നു ആ സമയത്തെല്ലാം തന്നെ ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. അത് ആ സമയത്തൊക്കെ തന്നെ ഈ ആന റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. കബാലി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപും സമാനമായ രീതിയിൽ റോഡിലിറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അതായത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പല ദിവസങ്ങളിലായി ഈ ആന ഈ മേഖലയിൽ ഉണ്ട്. റോഡിലിറങ്ങി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകുന്നത്. കബാലിയുടെ പരാക്രമം പതിവാവുകയാണ് മേഖലയിൽ. ഇതിപ്പോൾ ആംബുലൻസ് 1 മണിക്കൂറോളം നേരം തടഞ്ഞിടുകയും ഒപ്പം തന്നെ നാട്ടുകാർക്ക് നേരെ ആന പാഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. വനപാതയാണ്. അതിരപ്പള്ളി മലക്കപ്പാറ പാതയിലാണ് കബാലി പരാക്രമം.